ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഒന്നാമത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുള്ളൂ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് എല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഫ്രണ്ട്സ് അല്ല. കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയതിന് ശേഷം ഞാൻ ആ കമ്മ്യൂണിറ്റി വളരെ റൈറ്റ് എൻ്റെ കൂടെ 100% ഓക്കെ ആയിട്ട് നിൽക്കുന്നവരെ മാത്രം ഞാൻ കോൺടാക്ട് ലൈഫിൽ എൻ്റെ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലാണെങ്കിലും പലരും എൻ്റെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ല ആയിരുന്നു. ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് പലവരെയും. സ്റ്റിൽ ഇപ്പോൾ അവർ എൻ്റെ അൺഫോളോ തന്നെ കിടക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ ഈ ലാസ്റ്റ് കമ്മ്യൂണിറ്റിന് ഒരു പ്രോബ്ലം നടന്ന സമയത്തും ട്രാൻഡത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടുമിക്ക ഒരു പരിപാടിക്കും കമ്മ്യൂണിറ്റിൻ്റെ പരിപാടിക്കും പോകുന്ന വ്യക്തിയില്ല. ഈവൻ ഇപ്പോൾ പ്രൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റുകൾ ആയിക്കോട്ടെ എന്നെ ഗസ്റ്റ് ആയിട്ട് പലരും വിളിച്ചിട്ടുണ്ട്. ഞാൻ പല ഇതിലും എന്നെ വിളിച്ചിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്. ഞാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല പേഴ്സണലി. എനിക്ക് ലൈക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില ഡ്രോമയുടെ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഞാൻ അങ്ങനത്തെ പരിപാടികളിൽ ഞാൻ സജീവമായിട്ട് ഇല്ലാത്തത്. പക്ഷേ ഇത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ബില്ല് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പോലെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ആ നോമ്പും കൂടിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയിട്ട് ട്രാൻഡർ വരെ ട്രാവൽ ചെയ്ത് ഞാൻ ആ പരിപാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി അഫ്കോഴ്സ് ഞാനും നാദ്രി ഉണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ ലൈക്ക് ഞങ്ങൾ കണ്ടപ്പോൾ ഈ മീഡിയാസ് വന്ന് ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഈ ബില്ലിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞങ്ങൾ വേറെയുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. ബില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നാദ്രിയാണ് സംസാരിക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി. എന്താണ് നിങ്ങൾ സെലിബ്രിറ്റികൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ മാത്രം നിങ്ങൾ ബൈറ്റ് ഇവിടെ പാവപ്പെട്ട ആൾക്കാർ വെയിൽ കൊടുക്കുന്നത് അതാണ് ഇവരും നോക്കുന്നില്ല അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. കമ്മിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ കണ്ടു നിൽക്കുന്ന ആൾക്കാരില്ല, എല്ലാ കമ്മിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്. അത് കഴിഞ്ഞ് നാദ്ര അവിടുന്ന് പോയി. ഞാൻ സ്റ്റിൽ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അവർ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെ വന്ന് പറഞ്ഞു ജാസി ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ജാസി അത് മനസ്സിലാക്കി നിന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് സമയത്ത് ഓക്കെ ഫൈൻ അത് അവിടെ തീർന്നു. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് അവർ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു ആ വിഷയം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ നിൽക്കുമ്പോൾ വേറെ കമ്മ്യൂണിറ്റിയുള്ള കുറച്ച് ആൾക്കാർ അത് മാസ്കും മുഖം എല്ലാം മറച്ചിട്ടുള്ള കുറേ ആൾക്കാർ നിന്റെ ഗർഭം എന്തായി, നിന്റെ ചെക്കൻ എവിടെ, നീ അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നിങ്ങൾ മുഖം കാണിക്കുന്നത് സംസാരിക്കുന്നതിനോട് മുഖം കാണിക്കാണ്ട് നിങ്ങൾ മാസ്ക് ഇട്ട് ഫുൾ മുഖം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖം കാണിക്കാൻ ഒരു ഇതില്ലേ, എന്താണ് പേടിയാണ് മുഖം കാണിക്കാൻ, നിങ്ങൾ മുഖം സംസാരിക്കുന്നത് അങ്ങനെ കുറേ ഇഷ്യൂ പ്രശ്നങ്ങളായപ്പോൾ ഞാൻ പരിപാടി തീർന്നു. പരിപാടി തീർന്നു. ഞാൻ അവിടെ ഇറങ്ങി എന്നെ ആരും ഇറക്കി വിട്ടതോ അങ്ങനെ ഹാട്ടി ഓടിച്ചതോ അങ്ങനെ പണ്ടത്തെ ജാസ്തി അങ്ങനെ കേട്ടത്. പക്ഷേ ഇപ്പോൾ ജാസ്തി കുറച്ച് സ്ട്രോങ് ആണ്. അവിടെ എന്നെ ആരും ഇറക്കി വിട്ടാൽ നന്നായിട്ട് സംസാരിക്കും. മുഖത്ത് നോക്കിയാണ് സംസാരിക്കുക. ഒരു പേടിയില്ല, ഒരാളെ ചെലവിനല്ല ഞാൻ ജീവിക്കുന്നത്. പിന്നെ എന്നെ കുറേ വീഡിയോ ജാസ്തിനെ മാനം കെടുത്തി ഇറക്കി വിട്ടു. എനിക്ക് ഈ കുറയ്ക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് ഉത്തരം കൊടുക്കാൻ വയ്യ. എന്തിനാ നമ്മൾ ഉത്തരം ഫേമസ് ആക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് പോയി ആ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ പേര് സംഘടകർ വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയത്. ജാസ്തി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരല്ലേ. ജാസ്തി വളരെ നല്ല രീതിയിൽ ഞാൻ നിന്നു. അവരുടെ എല്ലാ ഇതിൽ നിന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർ ഷാ. അപ്പോൾ പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമന്റ് ബോക്സ് നോക്കാറില്ല. അതായത് വലിയ ഞാൻ എൻ്റെ ഒരു കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് സ്റ്റിൽ എൻ്റെ അക്കൗണ്ട് പോകുന്ന ഒരാൾ കമന്റ് ബോക്സിൽ ഉണ്ടാവുന്നതാണ് സത്യം. കാരണം ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കമന്റ് ബോക്സ്. ഞാൻ അല്ലെങ്കിൽ നിന്റെ കുറേ പറയാറുണ്ട് ഫ്രണ്ട്സ് ജാസ്തി നിന്റെ കമന്റ് ബോക്സ് നിനക്ക് അങ്ങ് ഫ്രണ്ട്സ് ഓൺലി ആക്കിക്കൂടെ, അല്ലെങ്കിൽ കമന്റ് നിനക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ. എന്തിനാ അതിൻ്റെ ആവശ്യമുള്ളത്? ഈ കമന്റ് ഇടുന്ന മാന്യമാരെ യഥാർത്ഥ മുഖം എന്താണെന്ന് വീട്ടുകാരോട് കാണട്ടെ. ഷോയിബിന്റെ മൻസൂറിന്റെ റഫീഖിനൊക്കെ മുഖം എല്ലാം ഞാൻ പറയൊരു ഉദാഹരണം പറയുന്നത്. ഇവരൊക്കെ മുഖം എന്താണെന്നതും അല്ലെങ്കിൽ അശ്വതിയുടെയും കാർത്തിയുടെ ഒറിജിനൽ ഫേസ് എന്താണെന്നതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇവരൊക്കെ ഫാമിലീസ് എന്റെ കമന്റ് ബോക്സ് കാണുന്നില്ലേ? എന്റെ കമന്റ് ബോക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നതിന് കൂടുതൽ കമന്റ് ബോക്സ് അറിയാം. അതെന്റെ വലിയ പ്ലസ് പോയിന്റ് എന്താ അറിയോ? ഈ കമന്റ് ബോക്സ് വായിക്കുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഇവരെ കുടുംബത്തിലെ അളിയനോ ചേച്ചി ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനൊക്കെ ഉണ്ടാവും കമന്റ് ബോക്സിൽ. അയ്യോ എന്റെ അച്ഛനാണ് കമന്റ് ഇരിക്കുന്നത്, അയ്യോ എന്റെ ചേച്ചി ഭർത്താവാണ് കമന്റ് ഇരിക്കുന്നത്. അപ്പോൾ അവർ അറിയട്ടെ ഇവരൊക്കെ ഉള്ളിൽ ഒരു മൃഗം ഉണ്ടെന്നത് അറിയട്ടെ. ഡിലീറ്റ് ചെയ്താൽ അത് അറിയത്തില്ലല്ലോ. ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ജാസിയാണോ ശരിക്കും? ജാസി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ? ഇല്ല, ഞാൻ പൊതുവെ ഞാൻ പണ്ട് ഭയങ്കര പാവായിരുന്നു. എന്റെ പല ഫ്രണ്ട്സും പറയുന്നു നിന്നെ എന്ത് നിങ്ങൾക്കെതിരെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെല്ലാം മൃഗമായി മാറുമോ? അതെന്താ കാക്ക അങ്ങനെ ഒരു ടോക്ക്? പിന്നെ വേറൊന്നും അല്ല നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ആക്കാത്തത്. നിങ്ങളുടെ വീഡിയോസ് എൻഗേജ് ആവണമെങ്കിൽ അല്ലെങ്കിൽ പുഷ് ചെയ്യപ്പെടണമെങ്കിൽ അതിനകത്ത് നെഗറ്റീവോ പോസിറ്റീവോ ആയ കമന്റുകൾ വരണം. ആ കമന്റുകൾ വന്നാലേ നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കാണത്തുള്ളൂ. അത് മാത്രമല്ല നിങ്ങളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് വേറെ എന്തിനാണെന്നറിയോ? ഈ കമന്റുകൾ, ഓരോരുത്തരുടെ കമന്റുകൾ കണ്ടിട്ട് ചിരിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അത് അറിയായിരിക്കും. അതറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. ആ ചോദ്യം ചോദിക്കാതിരിക്കുന്ന ചെറുക്കനെ വരെ അറിയാം അതാണ് സംഭവം എന്നുള്ളത്. എന്നിട്ട് വന്ന് തെള്ളി മറിക്കുക ഞാൻ ഡിലീറ്റ് ആക്കത്തില്ലെന്ന്. എങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വീഡിയോയിലൊക്കെ ഒന്ന് നിർത്തുക. ആര് തിരിച്ചറിയും? ആരും തിരിച്ചറിയത്തില്ല, തന്നെ താഴും. അതുകൊണ്ട് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിങ്ങൾക്ക് ഭയമുണ്ട്, അതാണ് കാരണം. കാക്ക ഇതൊക്കെ പോയി വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി എൻ്റെ പൊന്നു കാക്ക. ബാക്കി കേൾക്കാം. നമ്മൾ ഇങ്ങനെ ഒരു വെള്ളം ഇതൊക്കെ ചുറ്റി നമുക്ക് ഒരു രൂപകൂട്ടിൽ കയറ്റി വെക്കാം. നമുക്ക് ജാസിനെ നമുക്ക് വായിച്ചു തരുന്നത്. അപ്പോൾ എന്നെ കലയ്ക്ക് പറയുന്ന സത്യം ഞാൻ അങ്ങനെയായിരുന്നു. പണ്ട് ഒരു അടി കിട്ടി ഞാൻ തിരിച്ച് വീണ്ടും അടി കാരണം കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പണ്ട് എന്താണ് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവരെ ആ സമയത്ത് മിണ്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇവർ പറഞ്ഞത് ഒരു ഓർമ്മയുണ്ടാവില്ല. വീണ്ടും ഭയങ്കര ഫ്രണ്ട്ലി അവരോട് സംസാരിക്കും, അവർ ഇടപെടും. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് പറയാറുണ്ട് ജാസ് നീ കുറച്ച് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ നീ ആരും ചെലവിനല്ല ജീവിക്കുന്നത്, നീ അധ്വാനിച്ച് നിന്റെ ഇതുകൊണ്ട് നീയാണ് ജീവിക്കുന്നത്, നിനക്ക് ഒരാൾ കൊണ്ടു തരുന്നില്ല. അപ്പോൾ നീ എന്തിനാണ് ഒരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നിനക്ക് നിന്റെ പാർട്ണറിന് കാര്യം നോക്കിയാൽ നീ വേറെ ആളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞിട്ടാണ് ഞാൻ ബോൾഡായി പോയത്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം സ്ട്രോങ്. ഇപ്പോൾ ആരുടെ എന്ന് ചോദിച്ചാൽ ഞാൻ ഡി എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം ആ ധൈര്യം വേണം, അത് എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വില ഉണ്ടാവത്തില്ല. ലൈക്ക് നമ്മൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയി നിന്നാലാണ് നമ്മുടെ കാര്യങ്ങളിൽ ആൾക്കാർക്ക് പിന്നെ എന്നോട് ചോദിക്കാണ്ട് അങ്ങനെ നീ എന്താ നിന്നെ കുറിച്ച് പറഞ്ഞ ആൾക്കാർക്ക് നീ മറുപടി കൊടുക്കണം, എന്തിന് ഞാൻ മറുപടി കൊടുക്കണം? എന്നെ ട്രോളുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്താൽ അവർ റീച്ച് ആക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ ആടി എന്നല്ല, ഞാൻ ആടാ എന്ന് തിരിച്ചു പറയണം. കാര്യം അതാണല്ലോ. ഡാ എന്ന് ചോദിക്കുമ്പോൾ ഡി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതായില്ലല്ലോ. ആകാത്ത പക്ഷം പിന്നെ എങ്ങനെയാണ് ഡി എന്ന് പറയുന്നത്? പിന്നെ നിങ്ങൾ പണ്ട് പാവാന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാം. പണ്ട് ദുബായി കിടന്നൊരു അടിയുണ്ടായ കഥയെ ആരും മറന്നിട്ടില്ല.
അത് ഒരു ചെറുക്കനെ ആ പാവപ്പെട്ടവനെ പിടിച്ച് പൂട്ടിയിട്ടേക്കൊല്ലേ, അവനെ കടിച്ച് കീറിയതും ഇടിച്ചതും അവനെ എടുത്ത് ചുരുട്ടിക്കൂട്ടി കട്ടിലടിയിലാക്കിയതും ഒന്നും ആരും മറന്നിട്ടില്ല. ആ പാവം ആളുടെ കഥയാണ് പറയുന്നത്. അസൽ കാക്ക ആയിരുന്ന സമയത്ത് കുറ്റിപ്പുറത്തെ അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കേൾക്കാം നമുക്ക്. ഞാൻ വർഷം വിളക്കെടുക്കാൻ പോയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയാണ്. ഇപ്പോൾ ഒരാണ് പക്ഷേ എൻ്റെ ഉള്ളിലെല്ലാം ഒരു സ്ത്രീ. ഞാൻ എൻ്റെ കാര്യം എടുത്തോ, ഞാൻ പണ്ട് ഒരു ആൺകുട്ടിയായിരുന്നല്ലോ, പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ ഒന്നും വിളക്കെടുക്കരുത്. അത് എൻ്റെ ഒപ്പീനിയാണ് ഞാൻ പറയുന്നത്. അവിടെ പുരുഷന്മാരാണ്, അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞത് പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്. ഒറിജിനൽ പുരുഷന്മാർ പെൺവേഷം കെട്ടിയിട്ട് വിളക്കെടുക്കണം. അതിൽ ട്രാൻസ് വിളക്കെടുക്കാൻ പാടില്ല, ട്രാൻസ് ആയ വ്യക്തി എടുക്കാൻ പാടില്ല, എന്തിന് സർജറി ഇതാക്കാൻ ഫുൾ സർജറി ഇതാക്കാൻ എടുക്കാൻ പാടില്ല, ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാർ, കാരണം സ്ത്രീ വേണ്ടി മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരടക്കം എടുക്കരുതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പുരുഷന്മാർ എടുക്കട്ടെ. പക്ഷേ എന്ന് വെച്ച് ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോയി തൊഴാനും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് ദൈവത്തിനെ കാണാനും ഒക്കെ എല്ലാവർക്കും ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊതുസ്വത്താണ്, ആദ്യം കുടുംബസ്വത്തല്ല. നമുക്ക് അവിടെ പോകാം, തൊഴാം. കാരണം അവിടെ പോയിട്ട് വിളക്കെടുക്കാൻ അവിടെ പോയിട്ട് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്വുമൻസ് തന്നെ എനിക്കറിയാം. ഈവൻ ഇപ്പോൾ ജാൻമണി, ദീപ്തി ചേച്ചി, ഇവരൊക്കെ വഴിപാട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വിളക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഉള്ളിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ വിളക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും തടയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോ എന്ന് പറയാൻ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾക്കൊന്നും ഒരു അർഹതയില്ല, ഒരു അവകാശമില്ല. ക്ഷേത്രം പൊതുസ്വത്തല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നത് കയറി അല്ലെങ്കിൽ പിന്നെ അവിടെ ഗുരുവായൂർ പോലെ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല, അല്ലെങ്കിൽ ക്യാമറ ആൾക്കാർക്ക് പ്രവേശനം ഇല്ല, എഴുതി വെക്കണം. ഈ ക്യാമറക്കാർക്കും പാസ് കൊടുത്ത് ഉള്ളിൽ കയറ്റുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. ഈ വരുന്ന ആൾക്കാരൊന്നും പാസ് വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കയറ്റുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ലാസ്റ്റ് ഒരു കുട്ടി ട്രാൻസ് വുമൺ പ്രതികരിച്ചല്ലോ, അത് വളരെ നല്ല കാര്യം, നന്നായി. കാരണം വീണ്ടും പ്രതികരിക്കാൻ നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം എനിക്ക് പറ്റിയതാണ്, ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരു പെൺകുട്ടി ആവാൻ വേണ്ടി പോകുന്ന വ്യക്തി, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല, ഞാൻ സ്ത്രീയാണ് പറയുന്നുണ്ട് അവരോട്. പക്ഷെ അവർ കേൾക്കുന്നേ ഇല്ല. പിന്നെ ഭയങ്കര ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെയാണ് അവർ ആട്ടി ഓടിക്കുന്നത്. പ്രതികരിക്കണം. അത് ഇപ്രാവശ്യം പ്രതികരിച്ച് വളരെ നന്നായി. അടുത്ത പ്രാവശ്യം കൂടി അത് കമ്മിറ്റിക്ക് ബോധം ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പോയാൽ എനിക്ക് 24 സുഹൃത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി പ്രാവശ്യം വന്നില്ല, പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കാരണം എനിക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഫൈനൽ ഡേ വരെ ഞാൻ പോകണം എനിക്ക് ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റുന്നു, ക്യാമറ എല്ലാവരും സെറ്റ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് നേർച്ചയുണ്ട്, അത് അടുത്ത പ്രാവശ്യം എനിക്ക് അഫ്കോഴ്സ് പോയിട്ട് എനിക്ക് നേർച്ച കൊടുക്കണം. അപ്പോൾ എനിക്ക് പോകേണ്ടി വരും. പക്ഷേ എനിക്ക് വിളക്ക് കൊടുക്കാൻ വേണ്ടി പോകണം, അതിനോട് പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വഴിപാട് കൊടുക്കണമെങ്കിൽ പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വിളക്കെടുക്കാൻ നിൽക്കണമെങ്കിൽ പാസ് എടുക്കാം. എനിക്ക് വിളക്കെടുക്കാൻ പേഴ്സണലി ഞാൻ മാറിയതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ ഒരു താല്പര്യമില്ല. അതിന് മുമ്പ് എനിക്ക് വിളക്കെടുക്കാൻ താല്പര്യമില്ല. ആ കഴിഞ്ഞ വർഷം ഞാൻ വിളക്കെടുക്കാണ്ട് കയറിയപ്പോൾ പ്രശ്നമായത്. അത് അവിടെ ആണുങ്ങൾ എടുക്കട്ടെ വിളക്ക്. അത് ഒരു അമ്പലത്തിന്റെ ഒരു ആചാരമില്ല, ആചാരം ഗുണപ്പെടുത്ത ആവശ്യമില്ലല്ലോ. കാക്കാക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അതിപ്പോൾ കാക്ക കുറ്റിപ്പുറം കാക്ക തന്നെ അല്ലയോ, അല്ലാതെ താത്ത ആയിട്ടൊന്നും ഇല്ലല്ലോ. ഈ വേഷം കെട്ടി നടക്കുന്ന അന്നത്തേക്ക് മാത്രം ചിലർ ഭക്തി കാരണമായിട്ട് എടുക്കുന്നത്. ഈ പറയുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 2-3 കിലോമീറ്റർ അപ്പുറമാണ്. പിന്നെ ആണുങ്ങൾ ഭക്തിപൂർവ്വം അല്ലെങ്കിൽ കാര്യം നടക്കാൻ വേണ്ടി നേർച്ച ചേർന്ന് എടുക്കുന്നെങ്കിൽ ആ ഒരു സമയത്ത് അവർ വേഷം കെട്ടുന്നു. കുറ്റിപ്പുറത്തെ കാക്ക ജീവിതം മൊത്തത്തിൽ അങ്ങനത്തെ വേഷം കെട്ടി നടക്കുന്നത്. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. എന്നത്തെ പോലെ കുളിച്ചൊരുങ്ങി ഈ മേക്കപ്പ് ഇട്ട് വന്ന് ഒരു വിളക്കം കെടുത്താൽ മതി, അവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ക്ഷേത്രമാകുമ്പോൾ അത് ആർക്കും തോന്നിയതുപോലെ അങ്ങ് നടക്കാനും ചെയ്യാനും പറ്റത്തില്ലല്ലോ. അവിടുത്തെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കാനും നടത്താനും ഒക്കെ കമ്മിറ്റിക്കാരും ഉണ്ടല്ലോ. അവരെയൊക്കെ നമ്മൾ പിന്നെ അംഗീകരിക്കാതെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപടിയല്ലല്ലോ. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഇല്ലേ കാക്ക? പിന്നെന്താ അടുത്ത ഈ പ്രാവശ്യം വരാൻ എന്തായാലും കാര്യമായി, അത്രയും സ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാണണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലം കാക്ക ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം, കമ്മിറ്റിക്കാർക്ക് നേരത്തെ പറയാൻ ഇതേപോലെ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്, അവരെ ആനയിക്കണേ എന്നുള്ള കാര്യം. എന്തായാലും ബാക്കിയാക്കാം നമുക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷന്റെ കാലമാണല്ലോ. അപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സുഹൃത്താണോ രേണുസുതി? തീർച്ചയായിട്ടും എന്റെ സുഹൃത്താണ്. ഇപ്പോൾ റീസെന്റ് ഞാൻ കണ്ടു ഒരു റീലിൽ നിങ്ങൾ കൈകൊട്ടി പാട്ടൊക്കെ പാടി ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങൾ ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ ആൽബം ഒരുമിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചായിരുന്നു. ഷൂട്ട് ഒരുമിച്ചായിരുന്നു, പക്ഷേ ആൽബത്തിൽ ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുന്നത്. കാണുന്നുണ്ട് ഇപ്പോൾ രേണുസുതിയെ പറ്റി വരുന്ന വാർത്തകളും ഞാൻ വരുന്ന സമയം കൂടി മുമ്പ് ചേച്ചിയുടെ വീഡിയോ കോളിൽ സംസാരിച്ചത്, ആ ദുബായിലാണ്. അപ്പോൾ സംസാരിച്ചതാണ്. അപ്പോൾ ചേച്ചിയുടെ വിഷയങ്ങളും എല്ലാം ഞാൻ ആലോചിക്കും, എത്ര വർഷമായി രേണുസുതി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പേഴ്സണലി എനിക്ക് രഞ്ജിനെ അറിയാം. രഞ്ജി ഫേമസ് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ദുബായിൽ പെർഫ്യൂം ഷോപ്പുള്ള സമയത്ത് മുതൽ രഞ്ജിനെ കോൺടാക്ട് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അന്ന് മുതൽ ചേച്ചിനെ അറിയാം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ വിവാദമൊക്കെ വെറും അട്ടർ എന്താ പറയുക നൊണ എന്നുള്ള സംഭവമാണ്. കാരണം രേണു ചേച്ചി കിച്ചുമോനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാം. അത് മാത്രമല്ല രേണു ചേച്ചി എന്നത് ഒരു സ്വന്തം അമ്മയൊന്നല്ല, ഒന്നാമല്ല, രണ്ടാമല്ല, മൂന്നാമയാണ് രേണു ചേച്ചി. പക്ഷേ ആ ചേച്ചി മോനെ നോക്കുന്നത് എങ്ങനെയാണെന്നത് കണ്ട വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കരിഷ്മ, രേണുചിന്റെ ഇപ്പോഴത്തെ മാനേജർ. ഞങ്ങൾ നല്ല സുഹൃത്ത്. അപ്പോൾ എനിക്ക് കരിഷ്മയുടെ വീട്ടിൽ ഞങ്ങൾ 2-3 ദിവസമൊക്കെ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ കിച്ചു വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കിച്ചുവിന് ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഈ ആൾക്കാർ കാണിക്കുന്ന പോലെ 200, 300, 400 ഒന്നുമല്ല. അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകൾ, അത്യാവശ്യം നല്ല എമൗണ്ടുകൾ കിച്ചുവിന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട് രഞ്ജിച്ചിനോട്, ചേച്ചി ഈ ചോദിക്കും ക്യാഷിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഈ ക്യാഷ് ചിലവാക്കുന്നത് കൂടി ചേച്ചി ചോദിക്കണം. കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കരുത്, അവരത് പല രീതിയിലും ഇത് ഇതാക്കും, അപ്പോൾ അത് ഡേഞ്ചറാണ് ചേച്ചി ആലോചിക്കേണ്ടത്. ഇല്ല, ആ കിച്ചു അങ്ങനെയൊന്നും പോകത്തില്ല. സ്റ്റിൽ ഈ പ്രശ്നം നടന്ന സമയത്തും ചേച്ചി ഇപ്പോഴും കിച്ചുവിനെ കുറ്റം പറയുന്നേ ഇല്ല. കിച്ചുവിനെ ഫോഴ്സ്ഫുള്ളി ക്യാഷ് കൊടുത്ത് ആരെങ്കിലും ചെയ്യിപ്പിച്ചായിരിക്കുന്നതാണ് ഇപ്പോഴും പറയുന്നത് ചേച്ചി. ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞിട്ടൊക്കെ സംസാരിച്ചു. ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കും, എന്തിനാ കരയുന്നത്? വേറെ ആൾക്കാർ പറഞ്ഞ ചേച്ചിക്ക് കിച്ചു പറഞ്ഞാൽ കൂടുതൽ സങ്കടം ചേച്ചിക്ക് പുറത്തുള്ള മീഡിയാസുകൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാനൽക്കാർ, അതേപോലെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ കേട്ടിട്ട് ചേച്ചിനെ കുറേ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി പറഞ്ഞ് അവസാനം ചേച്ചിനെ കൊല്ലും.
ജനസിനെ കൊല്ലും. സത്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. വേറൊരു സ്ത്രീയൊക്കെ ഉണ്ട്, ഇവരൊക്കെ എന്താണ് കേട്, നീ ഇറങ്ങി പോടി, ആ വീട് അവർ കൊടുക്കടി, ഇവരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആക്ച്വലി എന്റെ ഇന്റർവ്യൂ ആണ് ജനുവിന്റെ ഇന്റർവ്യൂ, വൈ പറ്റി പോയി. നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. അത് ഭയങ്കര പാവം. നിങ്ങൾ ഈ മീഡിയ ഇതിപ്പോ എന്തായാലും നല്ല കഥയായി. ചെണ്ടക്കോലിനോട് പരാതി പറയുന്നതിന്റെ കൂട്ടാ. എന്തായാലും കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിൽ ഒരേ തീരത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ലോ. ഏത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി എടുക്കുക. അതാണ് ഈ പറഞ്ഞ തൽപര കക്ഷിയും ഈ കാണുന്ന പിന്നെ കുറ്റിപ്പുറം കാക്കായും നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ചെറുക്കൻ വന്നിട്ട് അന്ന് പറഞ്ഞത് അവൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. നിങ്ങൾ എന്തിനാണ് അതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവൻ്റെ കാര്യം അവൻ പറഞ്ഞത്, അതെന്താ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതെല്ലാം പോട്ടെ, ഈ കിച്ചുവിന് കാശ് അയച്ചു കൊടുത്തത് കാണാത്ത കേരളത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന തൽപര കക്ഷിയുടെ കൂട്ടുകാരികൾ മൊത്തം കണ്ടിട്ടുണ്ടല്ലോ. വേറൊരാൾ പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴെല്ലാം കാശ് അയച്ചു കൊടുത്ത്, വേറൊരാൾ പറഞ്ഞ് എൻ്റെ കൂടെ നിന്നപ്പോഴും കാശ് അയച്ചു കൊടുത്ത്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് കാശ് അയച്ചു കൊടുത്ത്. എന്തൊക്കെയാണ് ഇത്? ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇത് കാശ് അയച്ചു കൊടുത്ത കാണാത്തവർ? നമ്മളൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. എന്തായാലും ബാക്കി തെളിവൂടെ കേൾക്കാം നമുക്ക്, എന്നിട്ട് നിർത്താം. ചോദിക്കുന്ന ആൾക്കാരുടെ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, എന്റെ ശരീരമാണ്. ഇത് നിങ്ങൾ പറയുന്ന പോലെ ഈ വെള്ളപ്പാങ്ങാടിയിൽ എന്താണ് അപ്പട ടീം എന്നുള്ള പരിപാടിയല്ല ഇത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ സർജറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിൻഫുൾ സർജറി ആണ്, അത്യാവശ്യം നല്ല ഇതുണ്ടാവും. അപ്പോൾ ഒരു സർജറിനെ നമുക്ക് അതിന്റെ പെയിൻ, ആ ഒരു മെഡിസിന്റെ ആ ഇത് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ആൾ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും വേണം. ഇവൻ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ കുളിപ്പിക്കാൻ, നമ്മൾ പിടിക്കാൻ, എണീപ്പിക്കാൻ, നമുക്ക് ഫുഡ് തരാൻ എല്ലാത്തിനും ഒരാളുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ എല്ലാ ഫുൾ സർജറി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കാനാണ് നിങ്ങൾ വിചാരിച്ചത്? എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു സർജറി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ്. ആൾക്കാർ പറഞ്ഞ് ജാസ്തി സർജറി ഉണ്ട്, ഇത്ര ദിവസം കൊണ്ട് ജാസ്തി റിക്കവർ ആയോ? അത് എന്റെ ലെക്ക് ഞാൻ റിക്കവർ ആയത്. ചിലർക്ക് ഇൻഫെക്ഷൻ വരുന്നു, ചിലർക്ക് വീണ്ടും റീസർജറി ചെയ്യുന്നു, ചിലർക്ക് സ്റ്റിച്ചിന് അവിടെ ഉണങ്ങാനായിട്ട് വീണ്ടും സ്റ്റിച്ച് കീറി വീണ്ടും അത് തുന്നി കൂട്ടുന്നു. അത് എന്റെ ലെക്കാണ് എനിക്ക് കിട്ടിയത്. എന്റെ സർജറി 100% ഓക്കെ ആയിരുന്നു. എന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ അത്രയും പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് റിക്കവർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ നടാഷ്ട്ര ഡാൻസ് ഒക്കെ ഭയങ്കര വിവാദമായിരുന്നു. സർജറി ആളെങ്ങനെ ഡാൻസ്, അത് എന്റെ ഒരു എഫേർട്ടാണ്. അത് എന്നെ നോക്കി എന്റെ ഫ്രണ്ട്സുകൾക്ക് അറിയാം. എന്റെ കൂടെ സർജറി സമയത്ത് എന്നെ നോക്കി ആൾക്കാർക്ക് അറിയാം. ഞാൻ അത്രയും ഒരു ഓയിലി ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫുൾ ഡേ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു കഞ്ഞി ഫുൾ ഡേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞി വെറും അച്ചാറ് മാത്രം. അച്ചാറ് കഴിഞ്ഞാൽ ഇത് രാവിലെ ഒരു ബ്രെഡും ഒരു റസ്ക്കും ഒരു ചായയാണെന്നുണ്ടെങ്കിൽ അത് മധുരമില്ലാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി, രാത്രിയും കഞ്ഞി. ഇതാണ് ഒരു മാസം എന്റെ റൊട്ടീന്. എനിക്ക് കഞ്ഞി കഴിച്ച് അതിനുശേഷം നമുക്ക് ഈ സർജറിന്റെ മുമ്പ് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി അനസ്തേഷ്യ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇത്ര മാസത്തേക്ക് നമുക്ക് വയറങ്ങ് ഉറച്ചു പോകും. നമുക്ക് ബാത്റൂമിലും പോകാൻ പറ്റത്തില്ല, ഫുഡും കഴിക്കുന്നുണ്ട്. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരെ മനസ്സിലാവുള്ളൂ. അതിന്റെ പെയിൻ പകുതി അങ്ങ് അറിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത സർജറി ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ രണ്ട് സർജറി ഒരുമിച്ച് അതൊരിക്കലും ഒരു പോസിബിൾ അല്ല. രണ്ട് സർജറി ചെയ്ത് ഡോക്ടേഴ്സ് സമ്മതിക്കില്ല എന്ന് ചെയ്യാൻ. കാരണം ഒരാളെ ശരീരത്തിൽ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഈ ഇമാതിരി ഡിസ്കഷൻസ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം. പൊതുവെ ഹെൽനോസ് പാർട്ടി ഞാൻ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നത് ഈ സർജറി വിഷയത്തിലാണ്. അതവിടെ തീർന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം അങ്ങ് പോയി. സ്റ്റിൽ ഇപ്പം ഞാൻ ഹെൽനോസ് പാർട്ടി വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാറുണ്ട്, അവൾ ഇങ്ങോട്ടും വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു എന്താണ് ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുറച്ചും കൂടെ ഞാൻ അവൾക്കൊരു ദേഷ്യം വരാൻ കാരണം 1 million ഉള്ള ഒരു കുട്ടിക്ക് ഞാൻ ഇത് തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതായിരിക്കാം. ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ, ഒന്നും കോൺടാക്ട് ഒന്നുള്ള ആളല്ല, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ വാട്സപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺടാക്ട് ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ലൈക്ക് ഞാൻ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളെ പേര് പറഞ്ഞാൽ മതി, ഹെൽനോസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഹെലനിക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു പറഞ്ഞത്. ഇത് ഞാൻ അങ്ങനെ പറയാണ്ട് ലൈക്ക് ഇങ്ങനെ 1 million ഉള്ള ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞായിരിക്കും ചെറിയ അവൾക്ക് ഹേർട്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവൾ അത് ഹെൽനോസ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി വന്ന് ലൈവിൽ പറഞ്ഞത്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് തുണിപ്പൊക്കെ കാണിച്ചു, എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ. അല്ല അങ്ങനെയല്ല, ലൈക്ക് എന്താണ് അവൾ വേറെ പുറത്തന്നെയായിരുന്നു. അത് സത്യം തന്നെ. ഞാൻ അങ്ങനെ എല്ലാം ഞാൻ തുറന്ന പുസ്തകം, എനിക്ക് അങ്ങനെ വെച്ച് സംസാരിക്കാൻ ആവശ്യമൊന്നുമില്ല. അവൾ പുറത്തായിരുന്നു. അവൾ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് എന്റെ സ്റ്റിച്ച് ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തത്. പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എന്റെ ബട്ടൺസ് കൂടിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെയ്തു. നിങ്ങൾ ഈ പെയിനും ഇതൊക്കെ അനുഭവിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ആര് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്? ഞങ്ങൾ വല്ലതും പറഞ്ഞു? നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തത്? എൻ്റെ കുറ്റിപ്പുറം കാക്ക എന്താണ് ഹെലനെതിരെ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്നുള്ളതറിയാം. ആ പെങ്കൊച്ചെടുത്ത അലക്കും ഉടുക്കും പല കഥകളും വെളിയിൽ കൊണ്ടുവരും. അത് ഭയന്നിട്ടല്ലേ പിന്മാറിയത്? വല്ലയിടത്തും കിടന്നൊരു പെൺകൊച്ചിനെ വിളിച്ച് ആണായ തുണി പൊക്കി കാണിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ പോകുവാന്നോ? അന്ന് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആയല്ലോ. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ രേണുവിനെ ചേച്ചിന്ന് വിളിക്കുന്നത്, അതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവാത്തത്. ഈ കാക്കായും രേണുവൊക്കെ ഏകദേശം ഒരേ പ്രായമായിരിക്കുമല്ലോ. എനിവേ എന്തായാലും ആവട്ടെ. അപ്പോൾ എന്തായാലും ഇതൊരു ലെങ്തി വീഡിയോ ആണ്. അവസാനം വരെ കണ്ടാൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന കാര്യം പരിഗണിക്കുക. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.